ധാരണയായി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കാര്യം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വഴി കേരളത്തെ അറിയിക്കുന്നത്. കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടൽ കേരള പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ച ആശങ്കകൾ, വളരെ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടായ നിരാശ, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ വിഷയമുണ്ടായ ഉടൻ തന്നെ ആ കമ്പനി സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ കോറോ ഹെൽത്തിൻ്റെ കൊച്ചി സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA കൂടിയായ ശ്രീമതി ഉമാ തോമസ് അവർ അവിടെ എത്തി. അതോടൊപ്പം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് ഒരു സമയനീക്കം കൂടാതെ അവിടെ എത്തി ചർച്ചകൾ ആരംഭിച്ചു. എറണാകുളം MP ശ്രീ ഹൈബി ഈഡൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ കേരളത്തിലെ ട്രേഡ് യൂണിയൻസ് അടക്കം മുഴുവൻ എല്ലാവരും, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ നമ്മുടെ കുട്ടികൾക്ക്, അവിടെ നിന്ന് പിരിച്ചുവിടപ്പെട്ട കുട്ടികൾക്കുണ്ടായി. മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യം, അത് സജീവ ഇഷ്യൂ ആക്കി നൽകിയ പ്രാധാന്യം എല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഗവൺമെൻറ് ഓഫ് കേരള ഇത് എന്നെ ആദ്യം ഈ വിവരം എന്നെ ആദ്യം അറിയിക്കും, മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അറിയുന്നത് പ്രിയപ്പെട്ട MLA ഉമ്മ ചേച്ചി വിളിച്ച് അറിയിച്ചപ്പോഴാണ്. അപ്പോൾ തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ നിമിഷവും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഓഫീസർമാരെല്ലാം കൃത്യമായി, സ്പെഷ്യൽ സെക്രട്ടറിയും അതുപോലെ ലേബർ കമ്മീഷണറും അടക്കമുള്ള എല്ലാ കേരളത്തിലെ തൊഴിൽ വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി കമ്പനിയുമായി, കമ്പനി അധികാരികളുമായി, ജനപ്രതിനിധികളുമായി, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും എല്ലാവരും നമ്മുടെ പിരിച്ചുവിടപ്പെട്ട സഹോദരങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം ലേബർ കമ്മീഷൻ നേതൃത്വത്തിൽ ഒഫീഷ്യൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് മന്ത്രിതല ചർച്ച 10-ാം തീയതി നടത്തി. ആ 10-ാം തീയതി നടത്തിയപ്പോൾ കമ്പനി ഞങ്ങൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചു. അവസാനം സംസ്ഥാന ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായി തന്നെ നിലപാട് പറയുകയും എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയൻസ് അടക്കം, ജീവനക്കാരുടെ പ്രതിനിധികളടക്കം എല്ലാവരും കൃത്യമായി നിലപാടെടുത്തു. അതിനുശേഷം കമ്പനി ചർച്ചയ്ക്ക് വീണ്ടും ചർച്ചയ്ക്ക് ഡേറ്റ് ഇന്നത്തെ ദിവസം തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് ഇന്ന് രാവിലെ മുതൽ ചർച്ച തുടങ്ങി. ഈ ചർച്ച വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട്, വളരെ ഫലപ്രദമായ ഒരു ചർച്ചയായിരുന്നു. ചർച്ചയ്ക്കൊടുവിൽ നമ്മുടെ ജീവനക്കാരുടെ കൺസേൺ, ജീവനക്കാരുടെ താല്പര്യം, അത് പരിഗണിച്ചാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം എന്ന് പറയുന്നത് കമ്പനി ഒരു 12% ആളുകളെ റീലൊക്കേറ്റ് ചെയ്യാൻ, മറ്റ് സെൻറ്റേഴ്സിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് ആദ്യം അറിയിച്ചത്. ഞങ്ങളത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ മറ്റ് സെൻറ്റേഴ്സിലേക്ക് പോയാൽ ഒരു തൊഴിൽ സുരക്ഷിതത്വം യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ നിർദ്ദേശത്തെ നിരാകരിച്ചു. തുടർന്ന് അവരുമായി നടത്തിയ ചർച്ചയിൽ എത്തിയ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് 5 മാസത്തെ ഗ്രോസ് സാലറി, 5 മാസത്തെ ഗ്രോസ് സാലറി മുഴുവൻ എംപ്ലോയീസിനും, അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ ആ ഗ്രോസ് ജീവനക്കാർ നമ്മൾ ആവശ്യപ്പെട്ട ആ തുക തരാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അത് നേരത്തെ കൊടുത്തതിനെ ബാധിക്കുന്നതല്ല. ഇപ്പോൾ ഈ ഇഷ്യൂ അറൈസ് ചെയ്തതിന് ശേഷമുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. അതുപോലെ ആ തുക 26-ാം തീയതി തന്നെ കൊടുക്കുന്നതാണ്. അതോടൊപ്പം ഇങ്ങനെയുള്ള കമ്പനികളിൽ പിരിച്ചുവിടലും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നീട് ഒരു ഫർദർ ജോബിന് പോകുമ്പോൾ പലപ്പോഴും അവരെ തള്ളുന്ന, അവരെ അതിന് പരിഗണിക്കാത്ത അഡ്വേഴ്സ് റിമാർക്സ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയ കൃത്യമായ ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ റിലീവിംഗ് ലെറ്റേഴ്സും അതർ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും, ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും കമ്പനി 26-ാം തീയതിക്ക് മുന്നേ കൊടുക്കുക. ഒരു അഡ്വേഴ്സ് റിമാർക്സും ഇല്ലാതെ തന്നെ, അതോടൊപ്പം ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റിന് വളരെ ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സ്മൂത്ത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഇനി ഒരു കമ്പനിയിൽ പോയാൽ സ്വാഭാവികമായിട്ടും പ്രവർത്തിച്ച കമ്പനിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഫോൺ നമ്പർ 16-ലും പേ സ്ലിപ്പിലും എല്ലാ എംപ്ലോയീസിനും ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജീവനക്കാരുടെ താല്പര്യമനുസരിച്ച് സർക്കാരും ഒപ്പം എല്ലാ ജീവനക്കാരുടെ പ്രതിനിധികളും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും എല്ലാവരും മറ്റെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ജീവനക്കാരുടെ മുന്നോട്ടുള്ള ഭാവിയെ മാത്രം കരുതി നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നു. അത് വിവരം അറിയിക്കാൻ. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. നേരത്തെ തന്നെ ജിടെക്കിൻ്റെ കാര്യമൊക്കെ പ്രിയപ്പെട്ട IT മിനിസ്റ്റർ പറഞ്ഞില്ലേ. അതിനി ഇന്നിപ്പോൾ ഈ കമ്പനിയുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത്, കാരണം ഒരു സെറ്റിൽമെൻറ്റിന് പോലും വരാതെ, ഒരു നോട്ടീസ് പോലും തരാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജീവനക്കാരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട ഒരു സംഭവത്തിൽ ആ കമ്പനിയെ കൊണ്ട് ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തിയത്.
ഫർദർ കാര്യങ്ങൾ സംസാരിക്കും. അത് ഐ ടി ഡിപ്പാർട്ട്മെന്റുമായിട്ട് IT മിനിസ്റ്ററുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഫർദർ നടപടികൾ എടുക്കും. എല്ലാവരും ഒരുപോലെ, എല്ലാവരും വളരെ സഹകരണം. CIT ഉണ്ടായിരുന്നു, AITC ഉണ്ടായിരുന്നു, INTC ഉണ്ടായിരുന്നു, STU ഉണ്ടായിരുന്നു, UTUC ഉണ്ടായിരുന്നു. എല്ലാം പരിണതപ്രജ്ഞരായ മുതിർന്ന നേതാക്കൾ. അല്ല, ഇവരാരും ആ സ്ഥാപനത്തിൽ നമുക്കറിയാലോ, IT തൊഴിലാളി ഒരു കേരളത്തിൽ ഒരു സോഷ്യൽ ഇഷ്യൂ വന്നാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സോഷ്യൽ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ നിൽക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവനക്കാരുടെ പ്രതിനിധികൾ അവരാണ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ബാക്കി ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും അതിനനുസരിച്ച് കമ്പനിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു. എല്ലാ ലീഡേഴ്സും സംസാരിച്ചു, സെക്രട്ടറി സംസാരിച്ചു, MLA സംസാരിച്ചു, ഞാൻ സംസാരിച്ചു. ഞങ്ങളെല്ലാവരും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസാരിച്ചു. അതിനൊടുവിലാണ് കമ്പനി ഞങ്ങളുടെ ആവശ്യം, ഇതിനൊക്കെ കമ്പനി പെട്ടെന്നൊന്ന് വഴങ്ങി തരികയല്ല, നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ, സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് കമ്പനി വഴങ്ങി. ആ കമ്പനി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീരുമാനം രേഖാമൂലം എഗ്രിമെന്റ് ആക്കി അത് 26-ാം തീയതി അവരെല്ലാവരും, കമ്പനിയുടെ പ്രതിനിധികളും നമ്മളെ ജീവനക്കാരുടെ പ്രതിനിധികളും MOUs അത് സൈൻ ചെയ്തു. ഇപ്പോൾ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് പങ്കെടുത്തവർ സംതൃപ്തരാണ്. ബാക്കി എല്ലാവരുമായി അവരാണ് കോൺടാക്ട് ചെയ്തത്. സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും. അതിപ്പോ പറയാൻ പറ്റത്തില്ല. ഇന്നിപ്പോ ഒരു ഇഷ്യൂ എന്തൊക്കെയാണെന്ന് ഓരോ ജീവനക്കാരുണ്ട്, ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉണ്ട്, എല്ലാവരോടും സംസാരിക്കാം. ഇത് തുറന്ന കാര്യമല്ലേ, നമ്മുടെ നാടിന് വേണ്ടി. അല്ല, 5 മാസത്തിന് ശേഷമല്ല അവര് ഒന്ന് ശ്രദ്ധിക്കുക. ഓൾറെഡി അവർ ജോലി നഷ്ടപ്പെട്ടവരാണ്. മുമ്പും പല ഫാക്ടറികളും കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് എത്ര ഫാക്ടറികൾ പൂട്ടിപ്പോയി? ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തോ? ഇനി മുമ്പൊരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തോ? അല്ല ചോദിക്കുമ്പോൾ നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് ചോദിക്കാം. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ഫേമില് ഇങ്ങനെ ഒരു കൂട്ട പിരിച്ചുവിടൽ ഉണ്ടായപ്പോൾ ഗവൺമെന്റ് ശക്തമായി അതിനകത്ത് ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടു. അത് തൊഴിലാളികൾക്ക് കൂടെ സ്വീകാര്യമായതാണ്. ബന്ധപ്പെട്ട് ഒരു പ്രശ്നം അവർ പറഞ്ഞു. അതല്ല, ഇവർ ജോലി ചെയ്യുന്ന ഈ സമയത്ത് ഇവിടെ നിന്ന് പിരിച്ചുവിടലുണ്ടായി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പുനഃക്രമീകരിക്കുമ്പോൾ അത് ഇത്തരം കമ്പനികൾക്ക് നാളെ ലേ ഓഫ് ചെയ്യാനുള്ള ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നിപ്പോ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത് കോറോ ഹെൽത്ത് കമ്പനിയുടെ അന്യായ പിരിച്ചുവിടലാണ്. അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. ബാക്കി ഗവൺമെന്റ് എല്ലാവരുമായിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അവിടെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട 2-3 ആളുകൾ മറ്റ് കമ്പനികളിൽ ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂവിൽ ഇവർക്ക് ജോലി കിട്ടാത്തൊരവസരം ഉണ്ടായി. അതിനും കൂടി ഒരു സേഫ്റ്റി ക്ലോസ് വെച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ സർവീസും സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും എല്ലാം പോസിറ്റീവായി തന്നെ കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധം കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. 2, ഈ നേരത്തെ അവർ 2 മാസത്തെ കോമ്പൻസേഷൻ കൊടുത്തിരുന്നു. അത് കൂടാതെ 5 മാസത്തെ ഗ്രോസ് സാലറി, കംപ്ലീറ്റ് സാലറി അവർക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നു. 5 മാസം കിട്ടുമ്പോഴുള്ള ഗുണം, 5 മാസത്തിനകം അവർക്ക് റീലൊക്കേറ്റ് ചെയ്ത് ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. ആ അവസരത്തിന് ഒരു ഹാനികരമായ ഒരു തീരുമാനം ഉണ്ടായില്ല. ഇത് കേരളത്തിലെ ആദ്യത്തെ തീരുമാനമാണ്, ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു എഗ്രിമെൻ്റാണ്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും അവിടുത്തെ ജീവനക്കാരും ഗവൺമെൻറ്റും കൂടി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിന് വളരെ ലോങ് സ്റ്റാൻഡിങ് എഫക്റ്റ് ഉണ്ടാകും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. വി ആർ സാറ്റിസ്ഫൈഡ്. പറഞ്ഞോ. തീർച്ചയായും ഈ കമ്പനിയിലെ ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാധ്യമായതിൽ ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ ചർച്ചയിൽ ആദ്യം മുതലേ പങ്കെടുത്ത ആളുകളാണ്. മിനിസ്റ്റർ സൈഡിൽ നിന്നാണെങ്കിലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നാണെങ്കിലും തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നിയമവശങ്ങളും മറ്റ് മുന്നോട്ട് പോകുമ്പോഴുള്ള ചലഞ്ചസും വെല്ലുവിളികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഞങ്ങളത് അത്രയും മെഷർ ചെയ്ത് പറയും. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുന്ന പേരിൽ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഈ കോറോ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.
ഞങ്ങളെ മിനിസ്റ്റർ എല്ലാ ഭാഗത്തും നോക്കിയിട്ടുണ്ട്. അതായത് കമ്പനി റീഓപ്പൺ ചെയ്യുന്നത്, റീലൊക്കേഷൻ ചെയ്യാൻ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങളൂടെ കേട്ട് ഇത് ഏത് രീതിയിൽ ഏത് തലത്തിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി ഒരു ഇച്ഛാശക്തിയോടെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടാൻ കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ 5 മാസം എന്നുള്ള ഒരു 5 മാസം കൊണ്ട് തീരുമെന്ന് ചോദിച്ചില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരം ഈ 5 മാസം ഞങ്ങൾക്ക് വേറെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഞങ്ങൾക്ക് മറ്റ് ജോലികൾ തേടാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പേര് സ്ട്രെസ്സും ഡിപ്രഷനുള്ള രീതിയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അടുത്ത മാസം എന്താക്കുന്നുള്ളത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചോളം ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മാസം മറ്റ് ജോലികളിലേക്ക്, മറ്റ് കമ്പനികളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനോ ജോലി തപ്പിപ്പിടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതിനുള്ള നന്ദി ഞങ്ങൾ ഇവിടുത്തെ മിനിസ്റ്ററുടെ അടുത്തും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തും MLA അടുത്തും ഇവിടുത്തെ തൊഴിലാളി സംഘടനകളുടെ അടുത്തും സർവോപരി ഈ ഒരു പ്രശ്നം ഇത്രയും ഒരു ഇതിൽ കീപ്പ് ചെയ്ത് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ അടുത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.